വരിക്കകത്തുള്ള പാട്ടിനകത്തുള്ള ദൂതനെ എന്ന് പിടിക്കാം. എന്താ നിന്റെ പ്രശ്നം? ഒരു മനുഷ്യൻ കിടക്കുക 1-2 വർഷമല്ല 38 വർഷം. ആഹാ, യേശുവിൻ്റെ നാമത്തിൽ ഇത് പ്രസംഗിക്കാൻ എളുപ്പമാ, പറയാൻ എളുപ്പമാ, പക്ഷെ അനുഭവിച്ച വേദന കേൾക്കണോ? 1-2 ആഴ്ചയല്ല, ഒരു ചെറിയ ജലദോഷമോ പനിയോ വന്ന് 2 ദിവസം വീട്ടിൽ കിടക്കുമ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ട് നമുക്കറിയാം. നമുക്കും പ്രശ്നം, നമ്മളെ ശുശ്രൂഷിക്കുന്നവർക്കും പ്രശ്നമാണ്. അങ്ങനാണെങ്കിൽ കേട്ടോ, 38 വർഷമായി ഒരു മനുഷ്യൻ ഒരു വിടുതൽ പ്രതീക്ഷിച്ചുകൊണ്ട് ഒരു കുളത്തിൻ്റെ കരയിൽ കിടക്കുക. അവൻ്റെ പ്രശ്നം എന്താന്ന് ചോദിച്ചാൽ, ഇന്നലെ വന്നവൻ, കഴിഞ്ഞ ദിവസം വന്നവൻ, ഒരാഴ്ച മുമ്പ് വന്നവൻ എല്ലാം എന്നെ രക്ഷപ്പെട്ടുപോയി. ഇടവും വലവും മുമ്പും പിൻപും കിടക്കുന്നവൻ രക്ഷപ്പെട്ടുപോയി. ഇവന് മാത്രം ഒരു വിടുതലില്ല. ഓഹോഹോ, അവനോട് യേശു കർത്താവ് ചോദിക്കുന്ന ഒരൊറ്റ ചോദ്യം, നിനക്ക് സൗഖ്യമാകാൻ, നിനക്ക് സൗഖ്യമാകാൻ. മറ്റൊരു ട്രാൻസ്ലേഷൻ കേൾക്കണോ? നിനക്ക് രക്ഷപ്പെടാൻ. ഓ, ആ ദൂതനകത്തിന്ന് പകലൊന്ന് പിടിച്ചോണം കേട്ടോ. നിനക്ക് ആർക്കാച്ച രക്ഷപ്പെടാൻ ആഗ്രഹമില്ലാത്തത്? രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്ന ആരേലും ഉണ്ടോ? കരം പിടിക്കുന്ന ഒരുവന് വാഗ്ദത്തം പോലെ ഇതിനകത്ത് എഴുന്നള്ളി വന്നിട്ടുണ്ട്. നിന്നെ രക്ഷിക്കാൻ കഴിയുന്ന ഒരുവൻ നിന്റെ കുഞ്ഞിന്റെ വിഷയത്തിനകത്ത് ഇറങ്ങാൻ. ആരോടും പറയാൻ കഴിയാത്ത വേദനയുമായി ഇതിനകത്തിരിക്കുന്ന മാതാവേ, പെൺകുഞ്ഞല്ലേ? പെൺകുഞ്ഞല്ലേ നിന്റെ വിഷയം? ആൺകുഞ്ഞല്ലേ നിന്റെ വിഷയം? പഠിക്കുന്ന പെൺകുഞ്ഞിന്റെ ഫീസല്ലേ നിന്റെ വിഷയം? ഇതിനകത്ത് ദൈവകാലം ചലിക്കുന്നു, ദൈവകാലം ചലിക്കുന്നു. നിന്നെ കാണുന്ന ഒരുവൻ വന്നിട്ടുണ്ട്, നിന്നെ അറിയുന്ന ഒരുവൻ വന്നിട്ടുണ്ട്. ഉള്ളതുപോലെ അറിയും. അവന്റെ പ്രത്യേകത, ആപത്തിൽ രോഗത്തിൽ വൻ പ്രയാസങ്ങളിൽ മനമേ അവൻ മതിയായവൻ. അങ്ങനെ പറയാൻ തൻ്റെ ഇടവ് എന്താണെന്നറിയാമോ? എനിക്കൊരു ദൈവത്തെ അറിയാം, ഏറ്റവും ഉറപ്പുള്ള മറവിടം ആണ് എനിക്കെൻ്റെ പ്രിയൻ, ചാരിയതും ഞാൻ അവനിൽ. ആ പാട്ടിനകത്ത് എന്നെ കത്തിക്കുന്ന ഒരു